ഹലോ അസ്സലാമലൈക്കും. നമ്മളിന്നിവിടെ ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ വലിയൊരു കപ്പൊക്കെ എടുത്ത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നുറുക്കി കുക്കറിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ പോണത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരു സവാളയും 2 സവാളയും അതുപോലെ ഒരു അരമുറി നാളികേരമൊക്കെ എടുത്തിട്ട് നാളികേരം വറക്കണം. അതുപോലെ അപ്പത്തിന് ആ സമയം കൊണ്ട് നമ്മുടെ കൊള്ളിയൊക്കെ വെന്ത് വന്ന് ഈ സവോളയിൽ കൂടെ നമ്മൾ 4 വെളുത്തുള്ളിയും കൂടി മരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഉരുളിപ്പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ബിരിയാണിക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഓയിലാണ് നല്ലത്, സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അതിലേക്ക് നമ്മൾ സവോളയും അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ഒപ്പം ഒന്ന് ഷെയ്ഡ് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് ഗ്രേവി ഒഴിക്കുകയാണ്. ഗ്രേവി തന്നെയാണ് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരു അല്ലറ ചില്ലറ കഷ്ണങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഗ്രേവി അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി മറിച്ച് നമ്മൾ അത് തള വരുന്ന വരെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. തള നിന്ന് സവോളയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു മണം അതിലേക്ക് കിട്ടണ വരെ നമ്മൾ കാത്തിരുന്നിട്ട് പിന്നീട് നമ്മൾ അതിലേക്ക് ഉള്ളി വേവിച്ച് വെച്ചത്, ഉള്ളി കപ്പ എന്നൊക്കെ പറയും, പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട്. പലരും പല ഭാഗത്തേക്കും പല ഭാഷയിലാണ് പറയാറ്. അപ്പോൾ നമ്മളത് വേവിച്ചതിട്ട് കൊടുത്തു. വേവിച്ചിട്ട് കൊടുത്ത് നല്ല ഇളക്കി മറിച്ച് വെക്കണം. ഇളക്കി മറിച്ചിട്ട് അതിലേക്ക് നമ്മൾ നാളികേരം വറുത്ത് വെച്ചതാണ് കേട്ടോ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോണത്. നാളികേരം വറുത്ത് വെച്ചത് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. നന്നായി ഇളക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ നാളികേരമൊന്നും ഇട്ടിട്ട് കപ്പ ബിരിയാണി കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ പല കമൻറ്റ് പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ നാത്തൂന്, ഞാൻ ബാബീന്ന് വിളിക്കുക, അവരതൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് സബോള ഇടുകയാണ്. സബോള ഞാൻ ഇടാൻ സമ്മതിക്കണില്ല, സബോള ലാസ്റ്റ് ഇടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ കപ്പ ബിരിയാണിയാണ്, ഞാൻ ഉണ്ടാക്കണ ബിരിയാണിയാണ്, അതിലിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾ സവാളൊക്കെ ഇടുന്നത് കേട്ടോ. സവാളൊക്കെ ഇട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുത്തപ്പോൾ പിന്നെ കറിവേപ്പില നമ്മളോട് തോന്നുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് ഒരു 4 അല്ലി കറിവേപ്പില, 4 അല്ലി ഒന്നുമില്ല 2 ചില്ല കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ മക്കളാണെങ്കിൽ അവിടെ കപ്പ ബിരിയാണി പറഞ്ഞത് എന്ത് സംഭവമാണാവോ എന്ന് വിചാരിച്ചിട്ട് വെറി കൊണ്ടിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കണത്. അപ്പോൾ ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഉണ്ടാക്കണത്, ഇത്ര നേരമായി കുട്ടികൾ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചീത്ത പറയണമൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് വീഡിയോയും കൂടി എടുക്കല്ലേ. ഒരുപാട് ആളുള്ള കാരണം നമ്മൾ ഒരുപാട് പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുകയാണ്. എന്നാലും എല്ലാവരും ഇല്ല കേട്ടോ, അങ്ങനെ നമ്മൾ തിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.